ഇർസത്തോ സത്യവിശ്വാസിമാര വിശ്വാസിനിമാര സഹോദരന്മാര സഹോദരിമാര അള്ളാഹു സുബ്ഹാനഹു തആലയെ പേടിച്ച് ജീവിക്കുന്ന ചൊന്തു സ്വന്തത്തെ മറക്കാണ്ട് ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു തആല അവിടെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തുക്ക് പോണ്ടേ ഒരു അദാബുമില്ലാണ്ട് ഹിസാബുമില്ലാണ്ട് ഡയറക്റ്റ് സ്വർഗത്തുക്ക് പോണ്ടേ എൽവായിര ആൽമാരുടെ വിഷയിട്ടിക്കറ് കഴിഞ്ഞ അക്കീദ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചു. അതിൽ അങ്ങനെ ഒരു പ്രത്യേകതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെന്തരെ അങ്ങ വഅല റബ്ബിഹിം യതവക്കലൂൻ അങ്ങ അല്ലാഹുവിന്റെ മേൽ പരിപൂർണമായിട്ട് തവക്കുലാക്കറങ്ങ ചൊല്ലുற വിഷയിട്ടിക്കറ് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ಅದರ ಬಾಕಿ ಭಾಗ ಇಟ್ಟಿಕ್ಕರು ಇಂದತಿ ಇವರು ಕ್ಲಾಸಲ್ಲಿ ನಂಗ മനസ്സിലാക്കുക ഉദ്ദേശിക്കുന്നു. അതായത് അള്ളാഹുവിന്റെ മേൽ പരിപൂർണമായിട്ട് തവക്കുലാക്കുന്ന രീതി അങ്ങനെ ಅದರ ಸಮತ್ಯ ರೀತಿ അങ്ങനെ ಅದರ ತಪ್ಪಾಯ ರೀತಿ അങ്ങനെ ചൊല്ലുற വിഷയത്തിക്കറ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നാം മനസ്സിലാക്കുക ഉദ്ദേശിക്കും. ഞങ്ങൾക്ക് പിടിണ്ടു തവക്കുൽ ചൊല്ലുற വേർഡ് സർവ്വസാധാരണ ഞങ്ങളെല്ലാവരും കേൾക്കുന്നതായ ഒരു വേർഡ് ഇട്ടിക്കറ് തവക്കുൽ അല്ലെ. ಬ್ಯಾರಿನ സമയത്ത് ഞങ്ങൾ ചൊല്ലുന്നത് ನಾ ಅಲ್ಲಾಹ್ರ ಮೇಲೆ ತವಕ್ಕುಲಾಕ್ರ. അപ്പൊ ഇങ്ങനെ തവക്കുൽ ചൊല്ലുற വേർഡ് നമുക്ക് എല്ലാവർക്കും പിടിണ്ടു. അതായത് വക്കല ചൊല്ലുற അറബി വേർഡ് അതിലെ തഫഅല വസ്നിಗೆ ಇಡಂ ಬೈಟಿಕ್ಕರು ತವಕ್ಕಲ ತವಕ್ಕುಲ್ ಚೊಲ್ற ವರ್ಡ್ ಬಂಡೆ. ವಕಲ ಚೊಂದಿಂಗಂದ್ರೆ ವರಾಲ ಮೇಲೆ ಡಿಪೆಂಡ್ ಆವ್ರೆ ಅಂತ ಇಟ್ಟಿಕ್ಕರು ಅದರ ಅರ್ಥ. ವಕಲ ಚೊಂದಿಂಗ ವರಾಲ ಮೇಲೆ ಡಿಪೆಂಡ್ ಆವ್ರೆ ಇಟ್ಟಿಕ್ಕರು ಅರಬಿಲ್ ವಕಲ ಅಂತ ಚೊಲ್ற. ഇപ്പ വക്കീല് ഞങ്ങ ಬ್ಯಾರಿಗೆ ചൊല്ലതേക്ക് വക്കീൽ അല്ലെ. ഒരു കോർട്ടുക്ക് പോയിട്ട് ഞങ്ങൾക്ക് പരമായിട്ട് വാദിക്കറക്ക് എന്തൊരു ചൊല്ലേ വക്കീലിന്റെ ഇത്തിക്കർ ചൊല്ലുക. എന്താ കാരണം ഞങ്ങൾ അങ്ങനെ മേലെ ഡിപ്പെൻഡ് ആവുക. അതായത് ഞങ്ങൾക്ക് എന്തേ ഒരു കേസ് വന്നിട്ടായെങ്കിൽ ഞങ്ങൾക്കത് ഡയറക്റ്റ് ജഡ്ജിനൊട്ടിಗೆ ചൊല്ലുകാവില്ല. പിന്നെ ഞങ്ങൾ എന്താക്കുക ഒരു വക്കീലിനെ പിടിക്കുക. ആ വക്കീല് അയാളുടെ മേലെ ഡിപ്പെൻഡ് ആയിത്തിക്കറ് ഞങ്ങൾ പിന്നെ എതിർപോണ്ടേ. അപ്പൊ അതൊക്കെ ഇത്തിക്കറ് അങ്ങനത്തെ ഞങ്ങൾക്ക് വക്കീലുണ്ട് ചൊല്ലുക. അപ്പൊ ഇങ്ങനെ വക്കല വക്കീല് അതിലെ തഫഅല വസ്ന അറബി പിടുലಂക്ക് ಗೊತ್ತಾವು. തഫഅല വസ്ന തവക്കല അതിട്ടിക്കറ് തവക്കുൽ. ഒരാളുടെ മേല് ഡിപ്പെൻഡ് ആവുക, ഒരാളുടെ മേല് ബരമേൽപ്പിക്കറ്, ഒരാളുടെ മേല് ഒരു കാര്യത്തെ ഞങ്ങൾ ഏൽപ്പിക്കറ്. അതിട്ടിക്കറ് അറബില് തവക്കുലു ചൊന്തു ഭാഷാപരമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുക വിഷയം. അപ്പൊ ഇസ്ലാമില് തവക്കുലു ചൊന്നിങ്ങെന്തരെ ಎಲ್ಲಾ ಕಾರ್ಯಂ ಅಲ್ಲಾಹ್ರ ಮೇಲೆ ತವಕ್ಕುಲಾಕ್ರಿ, ಎಲ್ಲಾ ಕಾರ್ಯಂ ಅಲ್ಲಾಹ್ರ ಮೇಲೆ ಬರಮೇಲ್ಪಿಕ್ರಿ, ಎಲ್ಲಾ ಕಾರ್ಯಂ അല്ലാഹുക്ക് ഞങ്ങൾ വിട്ടു കൊടുക്കറി. അതേ ടിക്കറ് ഇസ്ലാമില് തവക്കുലു ചൊന്നെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളി. അപ്പൊ ഞങ്ങളെ ജീവനത്തെ ഏതൊരു കാര്യം അല്ലാഹുവിന്റെ മേല് കൊടുക്കുറുതേറ്റിക്കറ് വിട്ടു കൊടുക്കുറുതേറ്റിക്കറ് തവക്കുൽ. കാരണം എന്തേ ഞങ്ങൾ അല്ലാഹുവിന്റെ മേല് ഐറ്റിക്കോണു ഞങ്ങൾ എല്ലാം കാര്യം വിട്ടു കൊടുക്കണായി. കാരണം എന്തേ അല്ലാഹു ഐറ്റിക്കറ് ഞങ്ങളെ എല്ലാ കാര്യം അറിയണം. അള്ളാഹു വൈത്തിക്ര ഞങ്ങളെല്ലാം നിയന്ത്രണാക്കണം. അള്ളാഹു വൈത്തിക്ര ഞങ്ങളെ ഫ്യൂച്ചർ അറിയണം. ഞങ്ങളെ അതേപോലെ പിറവില്ലേ ഞങ്ങളെ എന്തെല്ലാം കഴിഞ്ഞുപോയ കാര്യമുണ്ട എല്ലാം അറിയണം മനസ്സിലാക്കണം. ആറ് അള്ളാഹു വൈത്തിക്ര അല്ലെ. ആയത്തുൽ കുർസിൽ ഞങ്ങൾ ചൊല്ലുന്നത് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഞങ്ങളെ എതിർലുള്ളതും ഞങ്ങളെ പിറവിലുള്ളതും എല്ലാം അറിയണം അള്ളാഹു വൈത്തിക്ര. ഞങ്ങൾ എതിർലുള്ളത് ചൊന്നെങ്കിൽ നെക്സ്റ്റ് ഫ്യൂച്ചർ അറിയണം. ആറ് അള്ളാഹു വൈത്തിക്ര. അപ്പൊ ഇനി എന്ത്ര സംഭവിക്കരുത് എന്നെന്ത്ര രണ്ട് ജീവനത്തിലാവൂ ഞങ്ങൾക്ക് സമയത്തെപ്പെടില്ല. അത് കേട്ടിക്കറ് സുബൈത്ത് അദ്കാറിൽ ഒരു ദുആ ഞങ്ങൾ ചൊല്ലുற അല്ലാഹുവിന്റെ എന്തൊരു ഫലാ തക്കിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ ഒരു കണ്ണ് ചിമ്മിട്ടെടുക്കത്ര ടൈം പോലും നന്റെ കാര്യ നന്റെ മേൽ നീ ഏൽപ്പിക്കണ്ട, എല്ലാം ഞാൻ നിന്റെ മേൽ ഏൽപ്പിക്കറ അല്ലെ. ഞങ്ങളെ മേല് ഞങ്ങളെ കാര്യ ഞങ്ങൾക്ക് സമയത്ത് ഏറ്റെടുക്കുക സാധ്യല്ല. കാരണം ഞങ്ങൾക്ക് ഫ്യൂച്ചർ എന്തിനേറ്റ് പിടില്ല. അപ്പൊ അത് കേട്ടിക്കറ ഞങ്ങൾ അല്ലാഹുവോട് ചൊല്ലുற ഫലാ തക്കിൽനി ഇലാ നഫ്സി തർഫത ഐൻ. കണ്ണ് ചിമ്മിട്ടെടുക്കത്ര ടൈം പോലും അത്ര ടൈം സമയത്ത് നക്ക് നന്റെ മേല് നന്റെ കാര്യത്തെ നീ ഏൽപ്പിക്കണ്ട, എല്ലാം നിന്റെ മേലെത്തിക്കറ നാ ഏൽപ്പിക്കരെ ചൊന്ത് ഞങ്ങൾ അല്ലാഹുവോട് അവിടെ ദുആർക്കറ. അപ്പൊ അത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ ഒരു വിഷയത്തിക്കറി ഈമാൻറെ ആറാമത്തെ കാര്യം എന്തേ ഖലാ ഖദറിലുള്ള വിശ്വാസം എത്തിക്കറ അല്ലെ. ഖലാ ഖദറിലുള്ള വിശ്വാസം തവക്കുലുകും ഒരു ബന്ധമുണ്ട്. ഖലാ ഖദറിലുള്ള വിശ്വാസം എന്തേ ഏതൊരു കാര്യം നടക്കരെ അള്ളാഹു ഉദ്ദേശ പ്രകാരം എത്തിക്കർ അല്ലെ. നന്റെ ജീവനത്തിൽ ഹൈറായതും നന്റെ ജീവനത്തിൽ ഷർറായതും എന്തെല്ലാം നടക്കറ അതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ച പോലെ എത്തിക്കർ നടക്കരെ. അതേ ടിക്കർ ഖലാ ഖദറിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിനും തവക്കുലുകും ഒരു ബന്ധമുണ്ട്. എങ്ങനെ ഞങ്ങളെ ജീവനത്തിൽ എന്തൊരു ഷർറും എന്തൊരു ഹൈറും അള്ളാഹു വിചാരിച്ച പോലെ നടക്കരുണ്ടായെങ്കിൽ
പിന്നെ ഞങ്ങൾക്കെല്ലാം അള്ളാഹുರ ಮೇಲೆ ಅಲ್ಲಾಂಟೆ പിന്നാരുടെ മേൽ ഞങ്ങൾക്ക് തവക്കുലാക്കുകില്ലേ? ഞങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരുടെ തവക്കുലാക്കൂ സാധ്യമേ ഇല്ല. എല്ലാ കാര്യം അള്ളാഹുര മേലെ ഞങ്ങൾ തവക്കുലാക്കിട്ടാവണം. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഖൈറും ഷർറും അള്ളാഹു ഏറ്റിക്കറി തീരുമാനാക്കരെ. അവിടെ എത്തിക്കരെ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ടാക്കരെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊന്നതായ ഒരു ഹദീസ് ഞങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കി വെക്കുനായ ഒരു ഹദീസ്. എന്തത്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലരെ കുന്തു റദീഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒർക്കനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തെ പെറോളു തെച്ചു തിന്നെ. നബിരെ ಒಂಟೆರ പെറോളു ನಾ ತೆಚ್ಚಿ ತಿನ್ನ. ಫಕಾಲ ಅಪ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ನನ್ನೊಟ್ಟಿಗೆ ಚೊಂತು, ಯಾ ಗುಲಾಮ್, ಏ ಮೋನೆ, ಅಲಾ ಉಅಲ್ಲಿಮುಕ ಕಲಿಮಾತಿನ್, ನಾನಿಕ್ಕು ಕೊರಿಯ ಕಲಿಮತ್ತು ಪಡಿಪಾಟ್ರೆ, ಕೊರಿಯ ವಿಷಯ ನಾನಿಕ್ಕು ಪಡಿಪಾಟ್ರೆ, ಯಂಫೌಕ ಅಲ್ಲಾಹು ಬಿಹಿನ್ನ, ಅದರ ಮುಖಾಂತರ ಅಲ್ಲಾಹು ನಿಕ್ಕು ಉಪಕಾರ ತರು. ಅಪ್ಪ ಎಂದ್ರದು ಪಡಿಪಾಟು ಹೋಗ್ಬೋಂಡಿ? ಬಲ ಯಾ ರಸೂಲ್ ಅಲ್ಲಾಹ್. ಅಬ್ದುಲ್ಲಾ ಇಬ್ನ್ ಅಬ್ಬಾಸ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಚೊಲ್ರು, ನಬಿಯ ನಕ್ಕದ ನಿಂಗ ಪಡಿಪಾಟಿದರು. ಫಕಾಲ ಅಪ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ರೆ, ಇಹ್ಫದಿಲ್ಲಾಹ ಯಹ್ಫದುಕ, നീ അള്ളാഹുരെ ജാഗ്രതാക്ക്, അള്ളാഹുരെ പേടിക്ക്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പ്രൊട്ടക്ഷൻ ആക്കുക. ഇഹ്ഫദില്ലാഹ തജിദുഹു അമാമക, നീ അള്ളാഹുരെ ജാഗ്രതാക്കിണ്ടായെങ്കിൽ, അള്ളാഹുരെ നീ പേടിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിന്റെ സഹായാക്കുക. തഅറഫ ഇലൈഹി ഫിർ റഖാ യഅരിഫുക ഫി ഷിദ്ദ, നിക്ക് സന്തോഷമുള്ള സന്ദർഭത്തിൽ നീ അള്ളാഹുരെ ജാഗ്രതാക്കിയിട്ട് അള്ളാഹുരെ പേടിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കഷ്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഹെൽപ്പ് ആക്കുക. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ എന്തൊരു കാര്യം കേൾക്കുറെങ്കിൽ അള്ളാഹുരൊട്ടിಗೆ ಮಾತ್ರ ಕೇ. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ എന്തൊരു വിഷയ സഹായ തേടണ്ടായെങ്കിൽ അള്ളാഹുരൊട്ടിಗೆ നീ സഹായ തേട്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, വഅലം, നീ അറിയണം, നീ ഒരു വിഷയ മനസ്സിലാക്കണം. എന്തിനത്? അന്നൽ ഉമ്മത, ഇടീ എല്ലാ ഉമ്മത്തിങ്ങ, എല്ലാ സമുദായ, ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, അങ്ങെല്ലാരും ഒട്ടിಗಾಯಾರ എന്തിಗೆ നിക്കൊരു ഉപಕಾರ ആക്കുക, എന്തിനും ഒരു ഉപಕಾರ ആക്കുക, എന്തിനും ഒരു ഹെൽപ്പ് ആക്കുക. ലോകത്തുള്ള എല്ലാവരും ഒട്ടിಗಾಯಾರ. ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, അങ്കാർക്കും ഉപಕಾರ ആക്കുക ആവില്ല അള്ളാഹു ബിയർച്ചതല്ലാണ്ട്. അള്ളാഹു എന്തിനെ നിക്ക് ബിയർച്ചറാണ് അതല്ലാണ്ട്, അള്ളാഹു എന്തിനെ എഴുതി വെച്ചറാണ് അതല്ലാണ്ട് ലോകത്ത് എത്ര ആൾ ഒട്ടിಗಾയെങ്കും നിക്ക് ഉപಕಾರ ആക്കുക സാധ്യല്ല. അതേപോലെ എന്തേ ഒരു കാര്യത്തിൽ ഉപദ്രാക്കുക, നിക്ക് അടിക്കുക, അല്ലെങ്കിൽ എന്തേ ഒരു ഉപദ്രാക്കുക, ലോകത്തുള്ള എല്ലാവരും വിയർച്ചെങ്കും ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബ അല്ലാഹു അലൈക, അല്ലാഹു എന്തിനെ എഴുതി വെച്ചറാണ് അതല്ലാണ്ട് നിക്ക് വേറെ ഒരു ഉപദ്രവം തട്ടില്ല. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ, റുഫിയത്തിൽ അഖ്ലാം, പെണ്ണ് അത് എഴുതിയത് അതെന്തേ ആ റുഫിയത്തിൽ അഖ്ലാം, ആ പെണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൈറ്റിറ അതിലെടുത്തറ. വജുഫത്തി സുഹുഫ്, അതേപോലെ ആ എഴുതി വെച്ചത് ഉണങ്ങിപ്പോയിരു, അത് എഴുതി വെച്ചത് അവിടെ ഉണങ്ങിയിരു. ചൊന്നെങ്കിൽ ഈ ദുനിയാവ് ഉണ്ടാക്കലേക്ക് 50,000 വർഷத்துக்கு മുന്നേ ഈ ദുനിയാവിൽ എന്തെല്ലാം സംഭവിക്കണു, എന്തെല്ലാം ആവണു, എന്തെല്ലാം ആവു തീരാ ചൊല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി എഴുതി വെച്ചിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ സബലു അവിടെ എന്ത് എഴുതി വെച്ചിര അതേ കൂടെ നടക്കരേ. ലോകത്ത് എത്ര ആൾ നിക്ക് ഉപകാരാക്കോ വിചാരിച്ചെങ്കിൽ അവിടെ എഴുതി വെച്ചതേ നടക്കരേ. ലോകത്ത് എത്ര ആൾ നിക്ക് ഉപദ്രാക്കോ വിചാരിച്ചെങ്കിൽ അവിടെ എഴുതി വെച്ചതേ നടക്കരേ. ഇതേറ്റിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പാട്ടി കൊടുക്കരേ. അപ്പൊ ഇങ്ങനെ ഇക്കുമ്പത്തുകു ഞങ്ങൾ എങ്ങനെ കർണ കുത്തായെങ്കും ഞങ്ങൾ എന്ത് ആക്കിയെങ്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് എഴുതി വെച്ചറാണ് അതല്ലാണ്ട് വേറെ ഒന്നും നടക്കില്ല, അതല്ലാണ്ട് വേറെ ഒന്നും ചേഞ്ച് ആവുക പോണ്ടില്ല ചൊല്ലത് ടിക്കറ് ഞാൻ ഗൗരവമായിട്ട് മനസ്സിലാക്കുകില്ലേ. ഇതില് ദൃഢമായിട്ട് വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹുര മേൽ തവക്കുലല്ലാണ്ട്, അള്ളാഹുര മേൽ തവക്കുലല്ലാണ്ട് വേറെ ആരുടെ മേലും ഞങ്ങൾക്ക് എന്താക്കുക തവക്കുലാക്കുക സാധ്യ ഇല്ല ചൊല്ലത് ടിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുകില്ലേ. ഞങ്ങൾ അള്ളാഹുൽ പൂർണ്ണമായിട്ട് തവക്കുലുല്ലങ്ങാവണം, അള്ളാഹുൽ പൂർണ്ണമായിട്ട് തവക്കുലാക്കറങ്ങ് ആവണം. അതേ ടിക്കർ സത്യവിശ്വാസിമാരുടെ സ്വഭാവം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്ന, വമൻ യതവക്കൽ അലല്ലാഹ്, അള്ളാഹുര മേൽ തവക്കുലാക്കറങ്ങ് ആറുള്ളാറ ഫഹുവ ഹസ്ബു, അല്ലാഹുമയ വങ്ക്, അങ്ക് അല്ലാഹുമയോ വേറെ ആരും പേരുണ്ടില്ല. അതേപോലെ മുഅ്മിനമാരുടെ സ്വഭാവം അല്ലാഹു ചൊല്ലറ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനായ ആൾമാർ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കറങ്ങായിട്ടിക്കറാറ് അല്ലേ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമുദായത്തൊട്ടിಗೆ പ്രബോധനാക്കുന്ന സന്ദർഭത്തിൽ അങ്ങ് അടിക്കുക വന്നപ്പ ഹൂദ് നബി ചൊന്ന പൽക്കെന്തരെ, ഇന്നി തവക്കൽതു അലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കറ, റബ്ബി വറബ്ബക്കും, നന്റെ റബ്ബും നിങ്ങളെ റബ്ബുമായിട്ടുള്ളേ അല്ലാഹുവിന്റെ മേൽ നാ തവക്കുലാക്കറാൻ തിക്കറ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ആ സമുദായത്തൊട്ടിಗೆ ചൊന്നറി. അപ്പൊ ഇങ്ങനെ പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കറായിട്ട് തീരുകൂ ഞങ്ങൾ എപ്പം ശ്രദ്ധിക്കണായി ടിക്കറ്. ഇത് ഞങ്ങള് തൗഹീദിലെ ഒരു ഭാഗം ടിക്കറ്. ഒരാൾക്ക് ഷിർക്കുക പോവാണ്ട്
മുവഹീദായിട്ട് ജീവിക്കുന്നുണ്ടായെങ്കിൽ അവന്റെ എല്ലാ കാര്യം അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കുമ്പോൾ മാത്രമേ ആ തൗഹീദ് പൂർണ്ണമാവേ ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കും. ആയെങ്ക ഇണ്ട് ഞങ്ങളെ സമുദായത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ കുറെ ആൾമാർ അങ്ങ് അള്ളാഹു അല്ലാത്തങ്ങളെ മേൽ തവക്കുലാക്കുന്നത് ഞങ്ങൾക്ക് കാണും അല്ലേ. ബദരീങ്ങളെ മേൽ തവക്കുലാക്കറങ്ങുള്ളാർ, ഉഹുദീങ്ങളെ മേൽ തവക്കുലാക്കറങ്ങുള്ളാർ, ഔലിയ അമ്പ്യാക്കന്മാരുടെ മേൽ തവക്കുലാക്കറങ്ങുള്ളാർ, വൈദ്യൻ ശേഖരുടെ മേൽ തവക്കുലാക്കറങ്ങുള്ളാർ. ഇങ്ങനെ അള്ളാഹു അല്ലാത്തങ്ങളെ മേൽ തവക്കുലാക്കുന്ന ഒരു അവസ്ഥ, ഒരു ഖേദകരമായ ഒരു വിഷയം ഞങ്ങളുടെ രായത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധ്യമായിട്ടുണ്ട്. അങ്ങനെ മാല മൗലൂദിലും അതേപോലെ അങ്ങനെ കുത്തുബിയത്തിലും അങ്ങ് ഓതുറതായെ പാടുറതായെ അങ്ങനെ ആ ഒരു മാല മൗലൂദിലെ കിതാബിലുള്ള ഒരു സ്റ്റോറിയിൽ അള്ളാഹു അല്ലാത്തങ്ങളെ മേൽ തവക്കുലാക്കൃതിക്കാണ്ട്. പണ്ടൊരു ഹാജി ഹജ്ജിക്ക് പോയോള. അപ്പൊ ഹജ്ജിക്ക് പോകേണ്ട സന്ദർഭത്തിൽ അവನು ಎಂದ್ರಾಕುನುಂಟು ಬಿಡಿ ನಂದೆ ಅವ ಖಾಲಿ ಅವರು ಅಪ್ಪ ಔತುಗೋರಾಲೆ കാവൽ നിപ്പാട്ടും. അപ്പൊ എന്തിനാക്കര് കള്ളമാരുടെ ഉപദ്രവം ഉണ്ടു. അങ്ങനെ അയാള് എന്താക്കിത്ത് ഹജ്ജിക്ക് പൊയ്ത്ത് അങ്ങനെ പൊയ്ത്ത് വന്നതിൽ പിന്നെ ആ റായത്തിൽ ഒരു കള്ള ഇന്നോളൂ. ആ കള്ള കേട്ടോളൂ ഈ ഹാജാറിനൊട്ടിക്ക് എന്തിരെ നിങ്ങൾ ഔത്തുക്ക് ನಾ ಕಕ್ಕುಗೆ ಬಂದಪ್ಪ ನಾನು നിങ്ങൾ പോയിന്നാറല്ലേ. അപ്പൊ നിങ്ങൾ ഔത്തുക്ക് ನಾ ಕಕ್ಕೋ ಬಂತಿದ್ದೆ. ಅಪ್ಪ ಕಕ್ಕುಗೆ ಬಂದಪ್ಪ ಔತುರುಳ್ಗ തൽവാറിന്റെ സൗണ്ട് കേട്ടോ ഇന്ത്, ആയുധത്തെ സൗണ്ട് കേട്ടോ ഇന്ത്, നിങ്ങൾ എന്തിനാക്കി വെച്ചു പോയിരേൻ. അപ്പൊ ഈ ഹാജാർ ചൊന്നോള നാന് അവ ബന്ധാക്കി പോകുമ്പത്തുകു 313 ബദ്രീങ്ങളെ പേരെഴുതി വെച്ച് പോയി തിന്നെ. അങ്ങനെ തിക്കറ് നിക്കത് കക്കുകയിട്ടില്ല. അപ്പൊ ബദ്രീങ്ങളെ മേല് ബരമേൽപ്പിക്ക, ബദ്രീങ്ങളെ മേല് തവക്കുലാക്ക, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇട്ടിക്കറ്. അങ്ങനെ മാല മൗലൂദ്രെ കിതാബിലല്ല നമുക്ക് ആ ഒരു സ്റ്റോറി ಎಲ್ಲ കാണാൻ സാധ്യവര്. അപ്പൊ ഇതിൽ പ്രേരണ ആക്കರೆಂದ್ರೆ അള്ളാഹുರ ಮೇಲಲ್ಲ ಬದ್ರೀಂಗಲ ಮೇಲೆ ತವಕ್ಕುಲಾಕುನುಂಟು ಇತ್ತಿಕರು. അങ്ങനല്ല, അത് ഇസ്ലാം പഠിപ്പാട്ടിയതല്ല. ബദ്രീംഗല മേൽ തവക്കുലാക്കുക, ഉഹുദീംഗല മേൽ തവക്കുലാക്കുക, ഔലിയ അമ്പ്യാക്കന്മാരുടെ മേൽ തവക്കുലാക്കുക തീരാ അത് ഷിർക്കൈറ്റിക്കറ്, ഷിർക്കുൽ അക്ബറൈറ്റിക്കറ്. ഒരാൾ അള്ളാഹു അല്ലാത്തങ്ങളെ മേൽ തവക്കുലാക്കിയിട്ടായെങ്കിൽ അവന് ഇസ്ലാമിനെ പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഇട്ടിക്കറ്. ബണ്ടേ ചൊല്ലത് ആ ഒരു പേടി ഞങ്ങളെ മനസ്സിൽ എപ്പം വേണു ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ പൂച്ചയുടെ മേൽ തവക്കുലാക്കുறாங்க അല്ലെ. ഒരു റോഡിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പൂച്ച കടന്നു പോയിട്ടുണ്ടായെങ്കിൽ പിന്നെ ആ റോഡിൽ പോತೀರಾ, പിന്നെ ಅವನಿಗೆ ಎಂದ್ರಮ್ಮ ಅವರು ಎಂದ್ರೆ ದೌರ್ಭಾಗ್ಯ ಅವಡು ಆಕ್ಸಿಡೆಂಟ್ ಅವಡು അങ്ങനെ ಸ್ವಲ್ಪ പൂച്ച കടന്നു പോയിട്ട് അപ്പൊ പൂച്ചയുടെ മേൽ തവക്കുല ഓന്റെ ഫ്യൂച്ചർ ചേഞ്ച് ആക്കറ ആ പൂച്ചമ്മ. അങ്ങനത്തെ ഒരു അവസ്ഥ കെട്ടിക്കറ് ആൾമാർ എത്തിപ്പോണ്ടേ. അതേപോലെ നൂലിന്റെ മേൽ തവക്കുലാക്കറാங்க. എന്തേ ഒരു രോഗം വന്നിട്ടുണ്ടായെങ്കിൽ നൂല് കെട്ടറി പോയിട്ട് ജ്യോതിഷന്മാരെ മുട്ടമ്മ തങ്ങന്മാരെ മുട്ടമ്മ പോയിട്ട് നൂല് കെട്ടുപാട്ടറി. ആ നൂല് കെട്ടറോട് കൂടിയിട്ട് പിന്നെ അവന്റെ രോഗ ശിഫാവറെ. ആ നൂലിന്റെ മേൽ തവക്കുലാക്കറി. അതെല്ലാം ശരിക്കായിട്ടുള്ള പ്രവർത്തനം ഇട്ടിക്കറ് ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ പേടിക്കാനായ ഒരു വിഷയത്തിക്കറ്. അങ്ങനത്തെ തവക്കുൽ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടില്ല. അത് യാരും ഞങ്ങൾ ജാഗ്രത ആക്കുനായിട്ട് ഇത് ഇത്തിക്കറ്. ഞങ്ങളുടെ സമുദായത്തിൽ ഒരു വിഭാഗം ആൾമാർ, രണ്ടാമത്തെ വിഭാഗം ആൾമാരുള്ളാർ അങ്ങെന്താക്കുറാറ് തവക്കുലു ആക്കുറാർ. അള്ളാഹുര മേൽ തവക്കുൽ ആക്കുറാർ. മാത്രമാ അള്ളാഹുര മേൽ തവക്കുൽ ആക്കുറേണ്ടി ചൊല്ലറ മാത്രം ബായില് മാത്ര അള്ളാഹു നിശ്ചയിച്ച അസ്ബാബರ ಮೇಲೆ ಇಟ್ಟಿಕ್ಕರಂಗ ತವಕ್ಕುಲ್ ಆಕ್ರಿ. ಅಲ್ಲಾಹು ನಿಶ್ಚಯಿച്ച ಕೊರಿಯ ಅಸ್ಬಾಬ್ ಇಕ್ಕರಿ. ಅಲ್ಲಾಹು ನಿಶ್ಚಯಿച്ച ಕೊರಿಯ ಎಂದ್ರೆ ಅದಕ್ಕೊಂದು ಕಾರಣ ಇಕ್ಕರಿ. ಆ ಕಾರಣದ ಮೇಲೆ ತವಕ್ಕುಲ್ ಆಕ್ರಂಗುಳ್ಳಾರ അതും ഓർക്കും തീരാ. ഇപ്പൊ ഉദാഹരണക്ക് രോഗ ಬಂತು, രോഗ വരുമ്പത്തുಗೂ ഇസ്ലാം ജായിസ് ആയിട്ട് പഠിപ്പാട്ടി തെറ്റിക്കണെಅಂದ್ರೆ ട്രീറ്റ്മെന്റ് മരുന്ന് എടുക്കുന്നു ചൊല്ലறது. ಹಂಗ ಆ മരുന്നിನ ಮೇಲೆ ತವಕ್ಕುಲ್ ಆಕ್ರಂಗುಳ್ಳಾರ ಅದು തീരാ. അത് ഇസ്ലാം ഓർക്കും പഠിപ്പാട്ടാത്ത കാര്യത്തിൽ മരുന്ന് കുടിച്ചെങ്കിൽ ആ മരുന്ന് ഇട്ടിക്കറ് നണ്ട് സുമാറാക്കറി അത് തീരാ. അല്ലെ ഒരു ഡോക്ടറെ മേല് തവക്കുല, ആ ഡോക്ടർ എന്താക്കറ നക്ക് ട്രീറ്റ്മെന്റ് ആക്കറ, അപ്പൊ ഡോക്ടർ നന്റെ ഷിഫാക്കറാൻ ചൊല്ലുന്ന വിശ്വാസ. അങ്ങനെ ഡോക്ടറെ മേല് തവക്കുലാക്കറി അത് തീരാ. അത് അങ്ങനത്തെ അത് ആ ഒരു തവക്കുൽ ഇസ്ലാം നമുക്ക് എന്താക്കിട്ടില്ല പഠിപ്പാട്ടിട്ടില്ല ചൊല്ലത് ഇട്ടിക്കറ് നമ്മൾ മനസ്സിലാക്കൂല്ലേ. അതേപോലെ ഒരു ബിസിനസ്, ആ ബിസിനസ് സ്റ്റാർട്ട് ആക്കിയിട്ട് ആ ബിസിനസ് മീറ്റ് ഇല്ലാണ്ടായിരുന്നെങ്കിൽ നന്റെ നക്ക് റിസ്ക് കിട്ടലാന്ത് അങ്ങനെ വിചാരിക്കറങ്ങുള്ളാർ ബിസിനസ്സിന്റെ മേല് തവക്കുലാക്കറാങ്ങ. അതേപോലെ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അസ്ബാബിന്റെ മേൽ തവക്കുലാക്കറി അത് ഷിർക്കുൽ അസ്ഗറിൽ പെട്ടതേറ്റിക്കറ്. ഷിർക്കുൽ അക്ബർ അല്ല, ഇസ്ലാമിനെ പുറത്തു കൊണ്ടതല്ല. മാത്രമല്ല ഷിർക്കുൽ അസ്ഗർ അതും ഞങ്ങളുടെ ജീവിതത്തിൽ ബറാണ്ടിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണു. ഇങ്ങനെ രണ്ടാമത്തെ ഒരു ടൈപ്പ് ആൾമാറുള്ളാർ തൗഹീദ് ഉല്ലങ്ങ ചൊന്തു നടക്കറങ്ങമി, അള്ളാഹുര മേൽ തവക്കുലാക്കറി ചൊന്തു നടക്കറങ്ങമി. നക്കൊരു ജോബ് ഉണ്ടു, ആ ജോബ് ഇല്ലാണ്ടായി നന്റെ റിസ്ക് ഇല്ല അങ്ങനല്ല. അങ്ങനെ ഓർക്കും ഞങ്ങൾ ആക്കൂത്തീരാ. അത് അസ്ബാബിന്റെ മേലുള്ള തവക്കുലേറ്റിക്കറി ഇല്ല. അള്ളാഹു ഐറ്റിക്കറി എല്ലാത്തും അർഹപ്പെട്ടവನು, അള്ളാഹു ഐറ്റിക്കറി നക്ക് റിസ്ക് തണ്ടവನು. നന്റെ ബിസിനസ് ഇക്കട്ടെ ഇക്കാണ്ടിക്കട്ട് അള്ളാഹു വിചാരിച്ച മാത്രമേ അത് നിലനിൽക്കരേ. അങ്ങനെ ഇട്ടിക്കറ് ഞങ്ങൾ ഓരോ വിശ്വാസിമാരും തവക്കുലാക്കനായ രീതി ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ മൂന്നാമത്തെ ഒരു വിഭാഗം ആൾമാറുള്ളാർ എന്തിരെ എല്ലാം അള്ളാഹുവിന്റെ മേൽ തവക്കുലും. അത് തവക്കുലുണ്ട് കാലി ഒരു ബിയാറ മാത്ര, അത് യഥാർത്ഥത്തിൽ തവക്കുലല്ല, തവാക്കുലൈറ്റിക്കറ്. ಅದಕ್ಕೆ ചൊല്ലറി
തവാക്കുല് ചൊന്നെങ്കിൽ സൊറാക്കില്ല, എന്തും പണിയെടുക്കില്ല. നന്റെ റിസ്ക് അള്ളാഹു നിശ്ചയിച്ചതല്ലേ, അപ്പൊ അള്ളാഹു വിചാരിച്ച പോലെ അവിടെ അള്ളാഹു മേൽ തവക്കുലാക്കര. അതും എന്തല്ല യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുലല്ല അല്ലേ. റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചറ, മാത്രം അത് തേടുന്നത് ഞങ്ങളെ ബാധ്യത ഇട്ടിക്കർ. അത് തേടുപോയിട്ട് ഞങ്ങൾ പോണു. അതേപോലെ രോഗിയാവു, അപ്പൊ രോഗ അള്ളാഹു നിശ്ചയിച്ചതല്ലേ, അള്ളാഹു വിചാരിച്ചതല്ലേ, അപ്പൊ നാ ട്രീറ്റ്മെന്റ് എടുക്കില്ല. അള്ളാഹു വിചാരിച്ച പോലെ അവിടെ ನಾನು ಅಲ್ಲಾಹ್ ಮೇಲೆ ತವಕ್ಕುಲಾಕ್ರೆ, ಅದು ತವಕ್ಕುಲಲ್ಲ. ಅಲ್ಲಾಹ್ ರೋಗ ಬರ್ಪಾಟಿರಂಗೆ ಆ ರೋಗ ಸುಮರಾಕುಗ ಅಲ್ಲಾಹ್ ಎಂದಾಕಿರ മരുന്നും ചൊന്തന്നറ, അത് ട്രീറ്റ്മെന്റ് എടുക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നറ. അത് അതിലെ കാരണ ഇട്ടിക്കർ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാരണ ആക്കാണ്ടെ ನಾನು ಅಲ್ಲಾಹ್ ಮೇಲೆ ತವಕ್ಕುಲಾಕ್ರೆ ചൊന്നെങ്കിൽ അതെന്തരല്ല തവക്കുലല്ല, അത് തവാക്കുല ഇട്ടിക്കർ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഗൗരവപ്പെട്ട ഒരു വിഷയത്തിക്കർ. അപ്പൊ യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ എന്തേ അത് ഞങ്ങൾ മനസ്സിലാക്കണം, അത് ഞങ്ങൾ പഠിക്കുന്ന ഒരു വിഷയത്തിക്കർ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ഒരാൾ അന്ന റജുലൻ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅറാദ അൻ യതൂക നാഖതഹു. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ഒരു സഹാബി നബിയുടെ മുട്ട ബണ്ട് അയാളുടെ ಒಂಟೆಡೆ പിടിച്ചോ ബണ്ടി അയാൾക്ക് ಒಂಟೆಡೆ ബുട്ടുബുട നിಂತು ಒಂಟೆಡೆ ಕೆಟ್ಟಿಬೇಕು ಬೇಡ ಅಂತ. ಅಪ್ಪ ಅಯಾൾ ಎಂದಾಕ್ರೆ ನಬಿರೋಟಿ ಕೇಕ್ರೆ ಅಅಕಿಲುಹಾ ವಅತವಕ್ಕಲ್ ಔ ಉತ್ಲಿಕುಹಾ ವಅತವಕ್ಕಲ್. ನಬಿಯೇ, ನಾನು ಈ ಒಂಟೆರೆ ಬುಟ್ಟುಟ್ಟು ಅಲ್ಲಾಹ್ರ ಮೇಲೆ ತವಕ್ಕುಲ್ ಹಾಕೋಣ, ಅದಲ್ಲ ಈ ಒಂಟೆರೆ ಕೆಟ್ಟಿ ಬೆಚ್ಚಿಟ್ಟು ಅಲ್ಲಾಹ್ರ ಮೇಲೆ ತವಕ್ಕುಲ್ ಹಾಕೋಣ. ಅಪ್ಪ ನಬಿ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചൊന്നെ, അഅഖിൽഹാ വതവക്കൽ. ഫസ്റ്റ് ആ വണ്ടരെ നീ കെട്ടിവെയ്, അതിൽ പിന്നെ നീ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്ക്. അതേ ടിക്കർ യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ. ഞങ്ങൾ ആക്കിற സ്വറ ആക്കിട്ട് പിന്നെ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുക. അതേ ടിക്കർ യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ ചൊല്ലறது ഞങ്ങൾ മനസ്സിലാക്കും. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അല്ലാഹു ചൊന്നെന്തരെ, നീന് മുഷാവറ കൂടിട്ട് ആ മുഷാവറ കൂടിയിട്ടാൽ പിന്നെ അതിലെന്തൊരു തീരുമാനം ആ തീരുമാനാക്കിയിട്ട് പിന്നെ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്ക് അല്ലേ. അപ്പൊ നബി ആക്കുറായ സ്വറ ആക്കിട്ടാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ചൊന്നെ, പിന്നെ നീ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കണ്ട ഇട്ടിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനെ നിങ്ങൾ പരിശോധിക്കരെങ്കിൽ ആ ഒരു തവക്കുൽ ഇട്ടിക്കർ നമുക്ക് കാണാൻ സാധ്യമാണ്. അല്ലാണ്ട് പൂർണ്ണമായിട്ട് എല്ലാം അള്ളാഹു വിചാരിച്ച പോലെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. നോക്കൂ, ಅದಕ್ಕುள்ள എല്ലാത്തിന്റെ വലിയ ഉദാഹരണം ഇട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുമാರು ಕೊಲ್ಲುಗು ಬಂದಪ್ಪ ಎಲ್ಲ ಆವತ್ತುಲು ಇಡೀ ರೌಂಡಪ್ ಹಾಕಿ ಅರಂಗ നബിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറത്ത് ബന്നെങ്കിൽ കൽത്ത് പാർപാട്ടെ ചൊല്ല രൂപത്തിൽ നബിരെ ഔത്തിരെ റൗണ്ടപ്പ് ആക്കി തിന്നാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു വിചാരിച്ചേ, അള്ളാഹു വിചാരിച്ച പോലെ നാണെങ്ങനെ മറിക്കില്ല, അള്ളാഹു ഉണ്ടല്ലേ ചൊന്ത് സീതെങ്ങനെ എഞ്ചു പോയമ്മ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാവുഗു അതെ ഒരു പിടി മണ്ണെടുത്തിട്ട് അള്ളാഹു മുഅ്ജിസത്തിരെ മുഖാന്തര ഔഡ്ര പിന്നെ എന്താക്കറ് അങ്ങനെ ഇടയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തപ്പാട്ടിട്ട് പോണ്ടു. തപ്പാട്ടി പോയിട്ട് സീത പോണ്ടോടേക്ക് എല്ലാവരും എതിർലിൽ ഇങ്ങനെ നടന്നു പോയി അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹಗೆ ഇട്ടിക്കറ് അവിടെ ഇട്ടിക്കറ് 3-4 വഞ്ചിതയ്ക്കരെ അല്ലെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ വഞ്ചിതയ്ക്കരെ. അപ്പൊ എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചിതയ്ക്കുള്ള കാരണം എന്തേ, അതേ ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കുണായ സ്വറ നബി ആക്കിയുണ്ട്. അല്ലാണ്ട് നബി ആ ഓർക്കല നന്റെ അള്ളാഹു വിചാരിച്ച പോലെ അവിടെ ചൊന്ത് സീത എഞ്ചു പോയല്ല. പിന്നെ 3-4 പിന്നെ അത് എന്താക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കടലിന്റെ സൈഡിലുള്ള ഒരു തെറു, സാധാരണ പോണ്ടി തെറു അല്ല, മദീനത്തേക്ക് പോയി അങ്ങനെ വേറെ ഒരു തെറുള്ള ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു വഞ്ചിതച്ചിട്ട് പേടിച്ചിട്ട് ആരുടെ കണ്ണുകു കാണാത്ത രൂപത്തിൽ നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു പോണ്ടി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ബുറാഖു ചൊല്ലற കുതിരല് ഒരേ ഒരു ജാവുലു മസ്ജിദുൽ അക്സക്ക് പിടിച്ചിട്ട് മക്കത്തെ പിടിച്ചിട്ട് മസ്ജിദുൽ അക്സക്ക് കൂട്ടിയ പോയതും ആകാശത്തേക്ക് കൂട്ടിയ പോയെ പിന്നെ അതേ ജാവുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മക്കത്തേക്ക് എത്തുപാട്ടേ അതേ അള്ളാഹു അല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്റെ ബുറാഖിൽ ಗುಂಪೈರ അങ്ങനെ സബಲು ഇപ്പൊ ഹിജ്റ പോകുമ്പോ നാ പേടിക്കൊന്നുണ്ടില്ല, അള്ളാഹു ഒരു ബുറാഖ് പറട്ട് ചൊന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു തെച്ചമ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാക്കി നബിരെ ആ ഒരു സ്വറ എന്തൊരു ഉണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിത്ത് അതിൽ പിന്നെ ടിക്കറ് അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കിയ ചൊല്ലற വിഷയ നാം മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു രൂപത്തിലുള്ള തവക്കുല ടിക്കറ് യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുലു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തുക്കും അതിർദായ സബബ് അതിർദായ കാരണ വെച്ചറ ആ കാരണ സ്വീകരിച്ചിട്ട് എത്തിക്കൊണ്ട് ഞങ്ങൾ എന്താക്കുണായി തവക്കുലാക്കുണായി ചൊല്ലற വിഷയം നാം മനസ്സിലാക്കും. ഷെയ്ഖ് നാസിർ അസ്സഅദി റഹിമഹുല്ലാ എന്തേ ഇയാള് തഫ്സീർ എഴുതിയ മുഫസ്സിറായ ഒരാളെ ടിക്കർ ഷെയ്ഖ് നാസിർ അസ്സഅദി റഹിമഹുല്ലാ അയാൾ ചൊല്ലற പൽക്ക നോക്കൂ നേരായ തവക്കുൽ എന്തേ യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ എന്തേ അയാൾ ചൊല്ലറെ വഹഖീഖത്തു തവക്കുൽ യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ അൻ യഅലമൽ അബ്ദു അന്നൽ അംറ കുല്ലഹു ലില്ലാഹ്.
എല്ലാ കാര്യം അള്ളാഹുഗുല്ലതൈറ്റിക്കർ ചൊന്തു ഒരു മനുഷ്യ പഠിക്കണായതൈറ്റിക്കർ ഒരാള് അറിയണായതൈറ്റിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിരെ ബിയർക്കിറാണ് അതാവടും, അള്ളാഹു എന്തിരെ ബിയർക്കില്ലമ അതാവില്ല. ഇത് ഫസ്റ്റ് എന്താക്കുന്നു ഒരാള് മനസ്സിൽ അറിയണായതൈറ്റിക്കർ തവക്കുൽറെ യഥാർത്ഥ രൂപത്തെ അയാൾ പടിപാടി തന്നെ. ഒന്നാമത്തേത് എന്താക്കുന്നു എല്ലാ കാര്യം അള്ളാഹുടെ കയ്യിലേറ്റിക്കുറുള്ളേ. അള്ളാഹു എന്തിരെ ബിയർക്കിറാണ് അത് സംഭവിക്കരുത്, അള്ളാഹു എന്തിരെ ബിയർക്കില്ലമ അതാവില്ല. ಅದರೊಟ್ಟಿಗೆ എല്ലാ കാര്യം എല്ലാ ഉപകാരം എല്ലാ ഉപദ്രവം അത് ആറിൽ നിന്ന് സംഭവിക്കുക, അള്ളാഹുവിൽ നിന്ന് സംഭവിക്കുക. തണ്ടവനാറ് അള്ളാഹു വൈത്തിക്കറ, എടുக்கிறവനാറ് അള്ളാഹു വൈത്തിക്കറ. ഇതെല്ലാം അറിഞ്ഞിട്ട് അള്ളാഹുകല്ലാണ്ട് വേറെ ഒരാൾക്കും ഒരു താക്കത്തും ഇല്ല ചൊല്றது അവന് ഫസ്റ്റ് മനസ്സിലാക്കണായി ഒന്നേറ്റിക്കർ. രണ്ടാമത്തേത് ಅದಕ್ಕೆ ಉಪಕಾರಪೆಡ್ರದಾಯ ಕಾರಣ ಎಂದ್ರುಂಡ ಅದು ಅವನ ಜೀವನത്തിൽ ಅವನು ಆಕೊಂಡು ಫಸ್ಟಿಗೆ ಅಂದ್ರೆ ಅಲ್ಲಾಹು ಇತ್ತಿಕ್ರೆ ಎಲ್ಲಾ ಕಾರ್യം ബിയർച്ചിരി, അള്ളാഹു ഇത്തിക്ക എല്ലാ കാര്യം അള്ളാഹുടെ കയ്യിൽ എത്തിക്കുള്ളി. അത് അവൻ മനസ്സിൽ ബിയർച്ചിട്ട് രണ്ടാമത്തേത് അവൻ അതിക്ക് വേണ്ടിട്ടുള്ള പ്രവർത്തനം അവൻ ആക്കും, അവന്റെ ആ സ്വാർത്ഥക്ക് വേണ്ടിട്ട് അവൻ ആക്കും. മൂന്നാമത്തേത് فبعد هذا العلم يعتمد بقلبه على ربه في جلب المصالح دينه ودنياه. അവന്റെ ദുനിയാവുകും അവന്റെ ആഖിറത്തുകു വേണ്ടിട്ട് അവന്റെ കൽബറെ അള്ളാഹുഗു ചാഞ്ഞിട്ട് വെക്കര, അള്ളാഹുഗു ബരമേൽപ്പിക്കര, അള്ളാഹുടെ മേൽ തവക്കുലാക്കര. ഇതേറ്റിക്കര യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ. അതായത് ഒന്നാമത്തേത് അള്ളാഹുടെ കയ്യിലിട്ടിക്കര എല്ലാ കാര്യമുള്ളേ. രണ്ടാമത്തേത് അതിക്ക് വേണ്ടിട്ടുള്ള സൊറാക്കരെ. മൂന്നാമത്തേത് അള്ളാഹുടെ മേൽ തവക്കുലാക്കര. ഇതേറ്റിക്കര് യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ. അതല്ലാണ്ട് വേറെ ഒരു രീതിയിലല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല ചന്തത്തെ ഒരു ഉദാഹരണം നമുക്ക് ಅದಕ್ಕೆ പടിപാടി തന്നത്. ചന്തത്തെ രൂപത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല ചൊന്നത് നമുക്ക് കാണ്ടി എന്തിരെ തവക്കുലു ചൊന്നെങ്കിൽ കൽബ് സമാധാനം ഉള്ളതായിട്ട്, കൽബ് ശാന്തി ഉള്ളതായിട്ട് തടിരെ പന്ത് പാട്ടുറതായിട്ടിക്കറ് തവക്കുൽ ചെന്നെങ്കിൽ കൽബിൽ എന്തില്ല ടെൻഷൻ ഇല്ല, എല്ലാം അള്ളാഹുടെ കയ്യിലെത്തിക്കറുള്ളേ. അതിൽ പിന്നെ തടിരെ പന്ത് പാട്ടും, തടി മുണ്ട തെച്ചിട്ട് കൽബ് പന്ത് പാട്ടുറതല്ല, കൽബിനെ മുണ്ട തെപ്പാട്ടിട്ട് തടിരെ പന്ത് പാട്ടുറതായിട്ടിക്കറ് തവക്കുലുണ്ടായിട്ടിക്കറ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല ചൊല്றது നമുക്ക് കാണാൻ സാധ്യത. കുറെ ആൾമാർ ഞാൻ അള്ളാഹുടെ മേൽ തവക്കുൽ ആക്രാണ്ട് ചെല്റാറ് മാത്രം യഥാർത്ഥത്തിൽ അങ്ങ് അസ്ബാബിന്റെ മേലേറ്റിക്കറ് തവക്കുൽ ആക്കറ അല്ലേ. എന്തിരെ അതെ ನಾನು പഠിച്ചൊന്ന പോലെ ബിസിനസ് ആക്കറണ്ടായി ആ ബിസിനസ് ഇന്ന സബലേറ്റിക്കറ് നക്കല്ല. ബിസിനസ് സിക്കട്ട് ഇല്ലാ ടിക്കറ്റ് നക്ക് റിസ്ക് തണ്ടവണാറ് അള്ളാഹു എത്തിക്കറ. അപ്പൊ അള്ളാഹു എത്തിക്കറ നക്ക് റിസ്ക് തണ്ട ചൊಂತು ಬಿಯಾರ್ಚಿಟ್ಟು ಮುಂದೆ ದೈಕೋಣ ಅಲ್ಲ ಬಿಸಿನೆಸ್ ಆಕ್ರದ ಹಾಕೊಂಡು ಅದೇ ಟಿಕ್ಕರ್ ತವಕ್ಕುಲ್, ಅದೇ ಟಿಕ್ಕರ್ ನಾವು മനസ്സിലാക്കൂല. ರೋಗ ಬಂದಿಂಟಾയെങ്കിൽ നക്ക് രോഗ തന്നവണാറ് അള്ളാഹു വൈത്തിക്കറ, നന്റെ ഷിഫാക്കറവണാറ് അള്ളാഹു വൈത്തിക്കറ. മാത്ര അതുക്കുള്ള സബബ് എന്തിനാ എടുക്കണം, മറന്ന് ഞങ്ങൾ എടുക്കണം. ഷിഫാക്കറവൺ അള്ളാഹു, മറന്ന് ഷിഫാക്കറമ അല്ല, മറന്ന് എടുക്കരുത് ഞങ്ങൾ എടുക്കണം. അതായത് അസ്ബാബ് ഐറ്റിക്കർ, ഷിഫ തണ്ടവണാറ് അള്ളാഹു വൈത്തിക്കറ. ഇതേ ടിക്കർ തവക്കുൽ. അതേപോലെ ഞങ്ങൾക്ക് കുറേ ടാലന്റ് ഇക്കർ, കുറേ ഐഡിയാസ് ഇക്കർ അല്ലെ. ഞങ്ങ എന്റെ ഒരു ജോബ് ആക്കുമ്പോ നന്റെ ടാലന്റ് സ്വന്തം ഇട്ടിക്കർ ഇതല്ല അല്ല, അള്ളാഹു വിയർച്ച സബല ഇത്തിക്കറാവില്ലേ. നക്ക് എത്ര ടാലന്റ് ഇക്കട്ട്, നക്ക് എത്ര ഐഡിയ ഇക്കട്ട് അള്ളാഹു വിയർച്ചെങ്കിൽ അത് നടക്കരേ. അതല്ലാണ്ട് നന്റെ ടാലന്റ് കൊണ്ടിട്ടൊന്നും സാധിക്കില്ല ചൊല്ലത് ഇട്ടിക്കർ ഞങ്ങൾ മനസ്സിലാക്കൂല വിഷയ. അതേപോലെ ദീനി പ്രവർത്തന ആക്കുമ്പോൾ അതേപോലെ ഇട്ടിക്കർ ഏതേ ഒരു ദീനി പ്രവർത്തന പ്രബോധന ആക്കുമ്പോ ഒരാളില് മാത്രമേ ഡിപ്പെൻഡ് ആവണം. അവൻ ഇന്ന സബല ഇട്ടിക്കർ ഇതെല്ലാം നടക്കരേ, അവനില്ലാണ്ടായി എന്തോ ആവല അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കുകയും അവന് കാലാകാലം എന്താക്കറ ഒരാളിൽ സെലക്ട് ആക്കറ. അപ്പൊ ഒരാൾ ഇല്ലാണ്ടായി അത് നടക്കാണ്ടിക്കില്ല. ഒരാളില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ಏನೊರಾಳೆ കൊമണ്ട അതേ ടിക്കറ് ഗൗരവമായിട്ട് എല്ലാ വിഷയത്തിലും ഞങ്ങൾ മനസ്സിലാക്കൂല വിഷയം. അപ്പൊ ഷോർട്ട് ആയിട്ട് ചൊല്ലറണ്ടായെങ്കിൽ, ചുരുക്കിട്ട് ചൊല്ലറണ്ടായെങ്കിൽ തവക്കുലു മൂന്ന് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് തവക്കുലുൽ വാജിബ്, വാജിബായ തവക്കുൽ. രണ്ടാമത്തേത് തവക്കുൽ മുഹറം, ഹറാമായ തവക്കുൽ. മൂന്നാമത്തേത് തവക്കുൽ ജായിസ്, ജായിസായ തവക്കുൽ. അപ്പൊ എന്തത് ഒന്നാമത്തേത് തവക്കുൽ വാജിബ്, വാജിബായ തവക്കുൽ എന്തിരെ എല്ലാ കാര്യം അള്ളാഹുടെ കയ്യിലുള്ളേ ചൊന്തു അള്ളാഹുടെ മേൽ തവക്കുലാക്കൽ മുത്തലക്കനായിട്ട് ഏത് കാര്യത്തിലും അള്ളാഹുടെ മേലെ ഡിപ്പെൻഡ് ആക്കിയിട്ട് ജീവിക്കരുത്. അതേ ടിക്കർ ഒന്നാമത് അത് വാജിബായി ടിക്കർ. ഞങ്ങൾ അസ്ബാബർ എടുക്കുമ്പോഴത്തേക്കും അള്ളാഹുടെ മേലെ ടിക്കർ ഞങ്ങൾ തവക്കുലാക്കണായി ചൊല്ലുന്ന വിഷയ വാജിബായ കാര്യം. മുഹറമായ ഹറാമായ തവക്കുൽ എന്തിരെ
അള്ളാഹു അല്ലാത്തങ്ങളുടെ മേൽ തവക്കുലാക്രെ, ബദ്രീങ്ങളുടെ മേൽ തവക്കുലാക്രെ, മൊയ്തീൻ ശേഖരുടെ മേൽ തവക്കുലാക്രെ, അമ്പി ഔലിയാക്കന്മാരുടെ മേൽ തവക്കുലാക്രെ. ഇത് ഷിർക്കുൽ അക്ബറൈറ്റിക്കർ, ഇസ്ലാമിനെ പുറത്തു പോണ്ടേ ഹറാമായ തവക്കുലൈറ്റിക്ക്. അതേപോലെ ഹറാമായ തവക്കുൽ പിന്നൊന്നെന്തേ ഷിർക്കുൽ അസ്ഗർ സംഭവിക്കരുത്. നാം പഠിച്ചൊന്ന പോലെ ബിസിനസ്സിന്റെ മേല, അല്ലെങ്കിൽ മറന്നിന്റെ മേല, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ മേല അങ്ങനെ തവക്കുലാക്ര. അതല്ല തീരാ ഞങ്ങൾ ഡോക്ടറെ മുട്ട പോവാണ്ടല്ല ಅದರ ಅರ್ಥ. ഇപ്പൊ നക്കൊരു രോഗ ಐತಿ, ನಾ ರೋಗ ಆಗುತ್ತೂ ഒരു ഡോക്ടറെ മുട്ട പോയ, അപ്പൊ ഡോക്ടറെ മുട്ട പോകുമ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിക്കണ ಅಂದ್ರೆ ಅವನು വിചാരിക്കല് മറന്ന് നക്ക് തണ്ട, അവന് പഠിച്ചതായ മറന്ന് നക്ക് തണ്ട ഷിഫ തണ്ടോണാറ് അള്ളാഹു വൈത്തിക്കർ. അതല്ലേ ഞങ്ങൾ ദുആർക്കരെ, അല്ലാഹുമ്മ റബ്ബന്നാസ് അദീബിൽ ബഅസ് ഇശ്ഫി അൻത ഷാഫി ലാ ഷിഫാൻ ഇല്ലാ ഷിഫാഉക്. അല്ലാഹുവേ നീ വിചാരിക്കാത്ത ഷിഫ ഇല്ല, നീ വിചാരിച്ച മാത്രം ഷിഫ അവിടെ. അപ്പൊ മറന്നെടുക്കുമ്പോഴത്തും ഞങ്ങൾ വിചാരിക്കണ ಅಂದ್ರೆ അല്ലാഹുവേ നിന്റെ ഷിഫ ഇട്ടിക്കർ ഷിഫ, നീ ഷിഫ ആക്കിയില്ലെങ്കിൽ ഇത് ഷിഫ ആവില്ല. അതിൽ പിന്നെ ഞങ്ങൾ രണ്ടാമത്തെപ്പെട്ട ആ ഡോക്ടർ മുട്ട പോ തീരാണ്ടാ കൊറിയാൽമാർ അങ്ങനെ സ്പീച്ച് ആക്കറങ്ങുള്ള എന്തിരെ ഒരു ഡോക്ടർ മുട്ട പോയിട്ട് ആ മറന്നില് ഞങ്ങളെ എന്തിരെ രോഗസുമറായിട്ട് പിന്നെ രണ്ടാമത്തെപ്പെട്ട അതേ ഡോക്ടർ മുട്ട പോയെങ്കിൽ അത് ഷിർക്കാവുണ്ട്. കൊറിയാൽമാർ അങ്ങനെ സ്പീച്ച് ആക്കിയുള്ള അല്ല, രണ്ടാമത്തെപ്പെട്ട അങ്ങനെ പോയെങ്കിൽ ഷിർക്കാവിട ഇല്ല. ഷിർക്ക് ഞങ്ങൾ നീയത്ര അടിസ്ഥാനത്തിലേക്ക് അത് സംഭവിക്കരുത്. അതായത് ഞങ്ങൾ രണ്ടാമത്തെപ്പെട്ട അവന് പഠിച്ച് മറന്ന്, ഇപ്പൊ സാധാരണ എല്ലാ ഡോക്ടർമാർ ഒരേപോലെ ഇരിക്കില്ല. ഒരാളത്തിൽ നോളജ് ಯಾರಿನ ಸಬಲು ಅವನಿಗೂ ನಂಡ ರೋಗಕ್ಕೆ ಎಂದ್ರೇನ್ ಚೊಂತ ಅವನಿಗೂ ಪಿಡಿಯುಂದು. ಅಪ್ಪ അങ്ങനെ ಸಬಲು രണ്ടാമത്തെപ്പെട്ട അവന്റെ മുട്ട പോണ്ടതിൽ എന്തില്ല തപ്പില്ല. മാത്രമല്ല ഞങ്ങൾ നീയത്ത് അവന്റെ ചൊന്ത ഇട്ടിക്കർ അതെന്ന രോഗ ശിഫയില് ആ ഒരു നീയത്തിൽ രണ്ടാമത്തെ പോണ്ടി ഉണ്ടായെങ്കിൽ അവിടെ എത്തിക്കറ് ഷിർക്ക് സംഭവിക്കുക. അപ്പൊ അത് കഴിത്ത് ആ നീയത്തിൽ എത്തിക്കറ് എന്താ അവിടെ അപ്പരിപ്പറ അവിടെ ചൊല്ലുന്ന വിഷയ ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ മൂന്നാമത്തേത് ജായിസായ തവക്കുൽ എന്തേ, അതായത് ഒരു ബിസിനസ് മാനേജറിനെ വെക്കര്, അതായത് നിന്റെ ബിസിനസ് എല്ലാം നീ നോക്കി നടത്തുന്നു, അവന്റെ മേല് വക്കീൽ അതെ വക്കാലത്ത് കൊടുക്കര് ചൊന്നെങ്കിൽ എല്ലാ കാര്യം ഏൽപ്പിക്കര്, അവൻ നോക്കറാ ചൊല്ലത് അത് ജായിസ് ആയിത്തിക്കറ. മാത്രം അവൻ നോക്കറാ ചൊಂತ ഞങ്ങൾ ഏൽപ്പിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ മനസ്സിലേക്കുള്ള നീയത്ത് എന്തേ അള്ളാഹു വൈത്തിക്കര് എല്ലാത്ത നിയന്ത്രണ, അള്ളാഹു വൈത്തിക്കര് എല്ലാത്തെ കൺട്രോൾ ആക്കറോ ആ ഒരു നീയത്തിൽ ഞങ്ങൾ ಬೇರೆ ഏൽപ്പിക്കര്. അപ്പൊ അങ്ങനത്തെ തവക്കുൽ അത് തവക്കുൽ ജായിസായ ഒരു വിഷയത്തിക്കര് ചൊല്ലത് നാം മനസ്സിലാക്കും. അതേപോലെ പിന്നൊന്നെന്തേ തവാക്കുലു, അത് തീരാത്ത ഒരു വിഷയം എന്തേ എല്ലാ കാര്യം അള്ളാഹു നോക്കറാ ചൊല്ലത് ഞങ്ങൾ എന്തും സ്വരെടുക്കാണ്ടിക്കര്, അത് തവക്കുലല്ല, അത് തവാക്കുലായിട്ടിക്കര്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തില് ഒരു യാത്രക്കാരനങ്ങ വന്നാൽ ആ മദീനത്തുക്ക് ദൂര യാത്ര ആക്കിയങ്ങ ആ മദീനത്ത് പള്ളി വണ്ടാർ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു നമ്മളോട്ട് കേൾക്കര്, നിങ്ങൾ എവിടെ ബന്ധങ്ങ, ഞങ്ങൾ ഇന്ന ജാഗയിൽ ബന്ധങ്ങ. അപ്പൊ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആവുകയില്ല. കാരണം അതായത് അങ്ങ ഒരു പ്രത്യേകമായ ഒരു ടൈപ്പിലും അതേപോലെ അങ്ങനെ കയ്യിൽ ഫുഡാ എന്തുമില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കും, നിങ്ങളുടെ ഫുഡും എന്തും തിന്നൊക്കെ ഫുഡ് എന്തും ഇല്ലല്ലേ, അപ്പൊ നിങ്ങൾ അങ്ങനെ അത്ര ദൂരത്തെ ഇങ്ങനെ ബറവില്ല കാരണം. അപ്പൊ അങ്ങ് ചൊന്നാറ് ഞങ്ങൾ എല്ലാവരും മേൽ തവക്കുലാക്കിയങ്ങാണ് ചൊന്നെങ്കിൽ റായത്തെ പറമ്പ് ഫുഡ് എന്തും പിടിക്കാണ്ട് അള്ളാഹു തന്നത് തിന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും മേൽ തവക്കുലാക്കിയിട്ട് ಬಂದರೆ ചൊന്നാറ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, നിങ്ങൾ എല്ലാവരും മേൽ തവക്കുലാക്കിയങ്ങല്ല, നിങ്ങൾ ಹೊಟ್ಟೆ ಬಾಕಮಾರ್ അല്ലേ ಕನ್ನಡത്ത് ಹೊಟ್ಟೆ ಬಾಕಿ ചൊന്ന ഫുഡ് കിട്ടിയത് തിന്നരെ ചൊന്തു അങ്ങനെ ഫസ്റ്റിಗೆ നിയത്താക്കി വന്നങ്ങ ചൊന്ത ഇട്ടിക്കര്. ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്, നിങ്ങൾ എല്ലാവരും മേൽ തവക്കുലാക്കിയതെന്തോ അല്ല. കാരണം സഫർ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് പിടിയുണ്ട് എന്തിരെ ഫുഡ് ആൾമാർ തന്നത് ഞങ്ങൾ തിന്നരെ ചൊല്ലി നീയത്തിലേറ്റിക്കര് നിങ്ങൾ ಬಂದರೆ. അപ്പൊ നിങ്ങൾ ഫുഡ് തിന്നറങ്ങ നിങ്ങൾ എല്ലാവരും മേൽ തവക്കുലാക്കറങ്ങ അല്ലാ ചൊല്ല രൂപത്തിലേറ്റിക്കര്. ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളൊട്ടിಗೆ പൽക്ക ಬರ್ರೆ. അപ്പൊ അത് കഴിഞ്ഞിട്ട് തവക്കുൽ ചൊല്ലുന്നത് അങ്ങനല്ല, ഞങ്ങൾ ആക്കിற സ്വര ഞങ്ങൾ ആക്കിയിട്ട് പിന്നെ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കരുത് ടിക്കറ് യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുൽ ചൊല്ലുന്നത് ഞങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു വിഷയ ടിക്കർ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കുക ഉദ്ദേശിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവരെ ദീന്റെ വിഷയം പഠിക്കുകയും അതിൽ പിന്നെ അതിരെ ജീവനത്തിൽ കൊമ്പറുകയും അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് തപ്പർ അള്ളാഹു നിങ്ങൾക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളെല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.